ഒരു കൃത്രിമങ്ങളില്ല ഇവിടെ. നമ്മൾ അന്നേക്കുള്ള സാധനം ഇപ്പം എണ്ണ ആയാലും എന്തായാലും ശരി, ഇന്ന് പപ്പടം കച്ച എണ്ണ ഇന്ന് തന്നെ ഉപയോഗിക്കും, അല്ലാതെ നാളേക്ക് പറഞ്ഞ് ഒത്തേക്കില്ല. ഞങ്ങൾക്കിത് ഉണ്ടാക്കി ഞങ്ങൾക്ക് തേയില്ല, ഉച്ചയാകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇതൊക്കെ കഴിയും. ചിലപ്പോൾ ഞങ്ങൾക്ക് തന്നെ ചോറുണ്ടാവില്ല. ഇത് പട്ടപ്പരയാണെങ്കിലും നല്ല വൃത്തിയോടെ ചെയ്തു. പാത്രം കഴുകണ ആളാണ് അത്. ഞങ്ങളുടെ അമ്മയാണ്, അടുത്താണ്, കൂട്ടുകാരിയാണ്, എല്ലാം പോലെയാണ് ഞങ്ങൾ. നല്ല ഭക്ഷണമാണ്. ഞാൻ കാഞ്ഞിരത്ത് വരുമ്പോൾ എപ്പോഴും ഇവിടുന്ന ഭക്ഷണം കഴിച്ചത്. വീട്ടിൽ കഴിക്കണ പോലെ അതിലും ലേശം നന്നായി എന്ന് പറയണം. വീട്ടിലാകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കുറച്ചൊക്കെ കമ്മി ഉണ്ടാവും. ഇതൊന്നും എല്ലാട്ടൻ്റെ അടുത്ത് വന്നാൽ അതുമാതിരിയാണ് ആളായിട്ടുള്ള പെരുമാറ്റം. ചിലവരെന്താ പറയുക, വലിയ ഹോട്ടലാണ് നോക്കി നടക്കല്. അതല്ല, ഭക്ഷണത്തിൻ്റെ ഒരു പവറുണ്ട് ഇവിടെ. സാമ്പാറൊക്കെ അല്ല അടിപൊളിയാണ്. ഒരു ഏട്ടൻ്റെ അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ ഒക്കെ മാർക്കിൽ ഒരു പെരുമാറ്റമുണ്ട്. ഞാനിപ്പോൾ ഒരു 10-15 കൊല്ലമായിട്ട് ഈ വഴിക്ക് പോകുമ്പോൾ ഇവിടെ കയറും. നല്ല ബസ്സാണ്, നല്ലൊരു ഇടപെടലാണ്, നല്ല സ്നേഹമാണ്. ഇവിടുന്ന് കഴിക്കുന്നതിനേക്കാളും ബെറ്റർ. അതെ അതെ, അല്ല വീട്ടിനേക്കാളും നന്നായിട്ട് പറഞ്ഞു. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത്. 10 പൈസയ്ക്ക് ചായ പറന്ന് കൊടുക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇന്ന് 10 രൂപയായി. അന്ന് മുതൽ തുടങ്ങി വെച്ച ഏർപ്പാടാണ്. ഇന്നും പട്ടപ്പര തന്നെ, അന്നും പട്ടപ്പര തന്നെ. സമ്പാദ്യമൊന്നുമില്ല, 2 മക്കളുണ്ട്, അതന്നെ ഞങ്ങളുടെ സമ്പാദ്യം. വീട് കയറ്റി, ഞങ്ങൾക്ക് സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അധ്വാനിച്ചിട്ട് തന്നെ വീട് കയറ്റി മകളെ കെട്ടിച്ചു. അതൊക്കെ ഞങ്ങളുടെ ഈ അധ്വാനത്തിൽ തന്നെ, വേറെ ഒന്നുമല്ല. എന്നാലും ഞങ്ങൾ ഇന്നും അധ്വാനിച്ചിട്ട് തന്നെ ചെയ്യും. നമ്മുടെ അവിടെ വന്ന് ഭക്ഷണം കഴിച്ച് പോകുമ്പോൾ ഒരു സന്തോഷം, വയറ് നിറച്ച് സന്തോഷത്തോടു കൂടി കൊടുക്കുക. ഒരു മനുഷ്യനെ വന്ന് വെറുപ്പിച്ചിട്ട് വിട്ടിട്ട് കാര്യമുള്ളത്. മണ്ണാർക്കാട്ടുനിന്ന് കാഞ്ഞിരപ്പുഴ പോകുന്ന റൂട്ടിൽ പഞ്ചായത്തിൻ്റെ അവിടെ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാം. നല്ല ഫുഡാണ്, വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെ ഉണ്ട് ഭക്ഷണം. ഒരു കുഴപ്പമില്ല, ഒരു കേടുമില്ല. ഡെയിലി ഉച്ചയ്ക്ക് വെറുതെ കുറച്ച് കുറവൊന്നുമില്ല. ഒരു കയ്യിലിട്ടോട്ട് രണ്ടാമത്തെ കയ്യിലിടുമ്പോൾ ചില പേടിയായിരിക്കും. അങ്ങനെയായി ഞാൻ ഇത്തിരി കൂടി കഴിക്കണം അങ്ങനെ ഇട്ടങ്ങോട്ട് ഇതായിട്ട് ഇപ്പോൾ വെയിറ്റ് ഇത്തിരി കൂടി. അമ്മൻ്റെ സ്നേഹമല്ലേ അതുണ്ട്, ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് കേട്ടോ. നല്ല ചോറാ? ആ ശരി, ഞാൻ കഴിക്കാൻ തുടങ്ങിയില്ല. മുമ്പ് അപ്പത്തിന് നല്ല ചോറാണ്. ഞാൻ കഴിച്ചു നോക്കാം കേട്ടോളി. നിങ്ങൾ കഴിക്കല്ലേ സാറല്ലേ? മീൻ പൊരിച്ചത്, ഒരു കൈപ്പയ്ക്ക അച്ചാറ്, ഒരു കൈപ്പയ്ക്ക ഉപ്പേരി, ഒരു ചീരക്കൂട്ട്, പപ്പടം, മീൻകറി, സാമ്പാർ, രസം, മോര്. അടിപൊളി ചൂര പൊരിച്ചതിൻ്റെ ഒരു പീസ്. ഇവരുടെ ഈ കൈപ്പയ്ക്ക അച്ചാർ നല്ല രസമുണ്ട് കേട്ടോ. സാമ്പാർ പൊളി തന്നെ അല്ലേ ഏട്ടാ? എന്തെങ്കിലും ഒന്ന് പറയും നിങ്ങൾ.